ഇന്നൊരു കേരള സ്റ്റൈൽ തക്കാളിക്കറി വെക്കാനായിട്ട് പോവുകയാണ് ഗായ്സ്. കണ്ടോ നമ്മുടെ തക്കാളിക്കറി. അപ്പോൾ അതിനിടയ്ക്ക് കാശിക്കൂട്ടിന് എഴുന്നേറ്റ് വന്ന് മൊത്തം അലമ്പാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളൊക്കെ എങ്ങനെയാണോ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അപ്പോൾ നമ്മുടെ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണണം. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മളൊരു കേരള സ്റ്റൈൽ തക്കാളിക്കറി വെക്കാൻ പോവുകയാണ്. അതിനായിട്ട് തക്കാളിക്കും ഉള്ളിയും പച്ചമുളകും എടുത്ത് വെച്ചിട്ടുണ്ട്. അത് കുഞ്ഞായിട്ട് അരിഞ്ഞിട്ട് പച്ചമുളക് ഒന്ന് കീറിയിട്ടതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. തക്കാളിക്കറി വേകുന്ന സമയത്തിന് നമുക്ക് അരപ്പും കൂടെ റെഡിയാക്കേണ്ടതുണ്ട്. അരപ്പിന് വേണ്ടിയിട്ട് അരമുറി തേങ്ങയും ഉള്ളിയും വെളുത്തുള്ളിയും മഞ്ഞപ്പൊടിയും ജീരകവും എടുത്ത് വെച്ചിട്ടുണ്ട്. സാധാ ജീരകം. വെളുത്തുള്ളി ഇടേണ്ട ആൾക്കാർ മാത്രം ഇട്ടാൽ മതി കേട്ടോ. വെളുത്തുള്ളി ഇടുമ്പോൾ ഒന്നുകൂടെ ടേസ്റ്റ് കിട്ടും. അപ്പോൾ ആ രീതിയിലൊന്നും വെച്ചിട്ടില്ലാത്തവർ വെച്ച് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയണേ. നമ്മുടെ തക്കാളിക്ക് ഇവിടെ വെന്ത് വരുന്നുണ്ട്, നന്നായിട്ട് ഉടഞ്ഞു വരണേ. അന്നേരത്തേക്ക് നമുക്ക് അരപ്പ് റെഡിയാക്കാം. അരപ്പ് റെഡിയാക്കാനായിട്ട് തേങ്ങയൊക്കെ എടുത്ത് വെച്ചില്ലേ നമ്മൾ, അത് അരച്ചതിൻ്റെ ഈ ഒരു പരുവത്തിൽ നല്ല പേസ്റ്റാക്കി അരച്ചെടുക്കണേ. അന്നേരത്തേക്കിനാണ് കരിയാപ്പൽ തീർന്നു പോയെന്ന് കണ്ടത്. അന്നേരം ഞാൻ കരിയാപ്പല പറിക്കാൻ പോകണം കേട്ടോ. നമ്മുടെ കരിയാപ്പ് അങ്ങനെ വെട്ടിക്കളഞ്ഞതിന് ശേഷം വളരുന്ന അങ്ങ് കുറവാണ്. അന്നേരം കരിയാപ്പ നന്നായിട്ട് വളരാൻ വേണ്ടി ടിപ്സ് അറിയാവുന്ന ആൾക്കാരൊക്കെ ഈ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ഇട്ടേക്കണം കേട്ടോ. കരിയാപ്പല പറിച്ചിട്ട് വന്നപ്പോഴത്തേക്കും കാശിയും കിച്ചു ഇരുന്ന് കളിക്കുന്നത് കണ്ടായിരുന്നു. പക്ഷേങ്കിൽ അന്നേരത്തേക്ക് എന്നെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ കാശി ഭയങ്കര വഴക്കാണ്. അന്നേരം എൻ്റെ പുറകെ വരും. കണ്ടില്ലെങ്കിൽ അവിടെ അങ്ങ് ഇരുന്ന് കളിച്ചോളൂ. കുറച്ച് നേരം കഴിയുമ്പോൾ തപ്പി വരുന്നതല്ലാതെ അങ്ങനെ വന്ന് ശല്യപ്പെടുത്താറില്ല. എന്നാലും എന്നെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ നിൽക്കത്തില്ല. അന്നേരം ഞാൻ സമാധാനിപ്പിക്കാൻ വേണ്ടി അടുക്കളയിലോട്ട് പതുക്കെ കൊണ്ടുപോയിട്ടുണ്ട്. അന്നേരം അവനെ ഒന്നും എടുത്തില്ലെങ്കിൽ പിന്നെ അവൻ കരഞ്ഞലമ്പാക്കും മൊത്തം. അന്നേരം ഞാൻ കടുക് വറക്കാനുള്ളതൊക്കെ നേരത്തെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. ചുമന്നുള്ളിയും കരിയാപ്പിലയും ചുമന്ന മുളകും എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. എന്നിട്ട് കാശിനെ ഒന്ന് എടുത്ത് പിടിച്ചിട്ട് നമ്മൾ അത് നമ്മുടെ കടുക് വറക്കാനുള്ള സംഭവങ്ങളൊക്കെ ഒന്ന് എടുത്ത് വെക്കുന്നുണ്ട്. കാശിനെ ഒന്ന് സമാധാനിപ്പിച്ചതിന് ശേഷം കിച്ചുകൂട്ടൻ്റെ അടുത്ത് കൊണ്ട് ഇരുത്തിയിട്ടാണ് കേട്ടോ പിന്നെ ബാക്കി ചെയ്യുന്നത്. അവൻ എടുത്തില്ല പിന്നെ അവൻ ഭയങ്കര പ്രശ്നമാക്കുവേ. അന്നേരം ഒന്ന് നമ്മൾ എടുത്തിട്ട് ചെയ്യുന്ന പോലെയൊക്കെ ഒന്ന് കാണിച്ചിട്ട് അതൊക്കെ കൊണ്ടൊന്ന് അവൻ്റെ ആ ഒരു മൂടൊക്കെ മാറ്റി കിച്ചുകൂട്ടിനെ എടുത്തുകൊണ്ട് ഇരുത്തിയിട്ട് വന്നിട്ട് പിന്നെ ബാക്കി ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണേ. അപ്പം ചീനച്ചട്ടി വെച്ച് ചൂടായി വരുന്ന സമയത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് വെളിച്ചെണ്ണ ചൂടായി കടുകും പൊട്ടിച്ചതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളിയും നമ്മുടെ ചുമന്ന മുളകും കരിയാപ്പലയും കൂടി ഇട്ട് ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നിടം വരെ ഒന്ന് മൂപ്പിച്ചെടുക്കണേ. എല്ലാവരും ഈ രീതിയിലായിരിക്കും വെക്കുന്നത്. ഇങ്ങനെ രീതിയിൽ വെച്ചിട്ടില്ലാത്ത ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ വെച്ച് നോക്കിയിട്ട് അഭിപ്രായം പറയണം. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോഴത്തേക്കും ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്കും നമുക്കത് മാറ്റി വെക്കാം. ഒത്തിരി അങ്ങ് കരിഞ്ഞു പോകരുത് കേട്ടോ. പക്ഷേങ്കിൽ ഞാനിപ്പോൾ അത് മാറ്റി വെച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഇരുമ്പ് ചീനച്ചട്ടി അതുപോലത്തെ ചീനച്ചട്ടിയാണ്. അപ്പോൾ പെട്ടെന്ന് അത് ഇരുന്ന് കളർ മാറിയതാണ് കേട്ടോ. അപ്പോൾ തക്കാളിക്ക് ഉടഞ്ഞു വന്നതിന് ശേഷം നമ്മൾ അരപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്. അരപ്പിട്ട് കൊടുത്തതിന് ശേഷം ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചിട്ട് തിളയ്ക്കാൻ പാടില്ല കേട്ടോ. തേങ്ങ അരച്ച് വെക്കുന്ന കറി എല്ലാം തിളച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോവേ. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ നോക്കിയിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഇങ്ങനെ ഇളക്കി ഇരിക്കണം. എന്നിട്ട് ചൂടായി കഴിയുമ്പോഴത്തേക്കിനും നമ്മുടെ കടുക് വറുത്ത് വെച്ചേക്കുന്നതും കൂടെ ചേർത്ത് കൊടുക്കണം. തിളപ്പിക്കാനേ പാടില്ല തേങ്ങ അരച്ച് വെക്കുന്ന കറി കേട്ടോ. അപ്പോൾ ഈ രീതി വെച്ചിട്ടില്ലാത്ത ആൾക്കാരൊക്കെ ഇങ്ങനെ വെച്ച് നോക്കിയിട്ട് അഭിപ്രായം പറയണേ. അപ്പം നമ്മുടെ വേണ്ട കടുക് വറുത്തതും കൂടെ നമ്മളങ്ങോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ അടിപൊളി കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ആ ചുമന്ന മുളകൊക്കെ കൂട്ടി കഴിക്കാൻ തന്നെ ടേസ്റ്റ് അല്ലേ. അപ്പോൾ എല്ലാവരും അഭിപ്രായം പറയണം. സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു ഗായ്സ്.